പൊതുവെയുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ് കഥകളിലെല്ലാം കാണുന്ന ഒരു പൊതു സ്വഭാവം ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ മേക്ക് ചെയ്തിട്ട് ഇപ്പോഴും വിജയിക്കുന്ന സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഒരേ ഫോർമാറ്റിൽ ഒരേ ആളെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അതിലൊരു മൊണോട്ടണസ് ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സിനിമ നരേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളും ഫൗണ്ട് ഫുട്ടേജോ അതെന്താണെന്ന് ചോദിക്കാറ്. നമ്മളതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോഴും ആ ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ ഒരുപാട് സിനിമകളില്ല. ഫിലിം മേക്കിംഗ് പ്രോസസ്സ് തന്നെ മറ്റുള്ള സിനിമകളിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലും വ്യത്യസ്തമായിരുന്നു. ചില സിനിമകളിൽ ഇതിൽ ഫൗണ്ട് ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ നിന്ന് കണ്ടു കിട്ടുന്ന ഫുട്ടേജാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ റെക്കോർഡിങ് എത്ര ലെങ്ത്തിൽ പോകുന്നോ അത് ഫുൾ നമുക്ക് ഇതിൽ കണ്ടേ പറ്റുള്ളൂ. അത് ഇടയിൽ വെച്ച് കട്ട് ചെയ്ത് ഇമ്പാക്റ്റിന് വേണ്ടി സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും കട്ട് ഷോട്ട്സ് ഇടാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാൻ പോലും ഇതിന് നമുക്ക് പറ്റില്ല. Hi, hello, and welcome to Cinema Express. My name is Vignesh. Today we have with us found footage team in the director Sayu Sridharan and lead actor Manju Arya. So, hi. Yeah. So found footage അതാണല്ലോ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ മഞ്ജു ഫസ്റ്റ് ടൈം സൈജു വെൻ ഹി പിച്ച് ദിസ് ഐഡിയ ഓഫ് എ ഫൗണ്ട് ഫുട്ടേജ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നോ ഓർ വെരി കൺസേൺഡ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളി ഓഡിയൻസ് വി നോട്ട് യൂസ് ടു സീയിങ് ദിസ്, സോ എൻഗേജ് ചെയ്യിക്കുമോ എന്നൊരു കൺസേൺ ഉണ്ടായിരുന്നോ? കൺസേൺ എന്ന് പറയാൻ പറ്റില്ല, ഐ വാസ് എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ശരിക്കും ഇപ്പം മലയാളം സിനിമ കടന്നു പോകുന്ന ഒരു ഫേസ് നോക്കുകയാണെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെട്ട് ഒരുപാട് പേര് വരുന്നു. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുത്ത് വലിയ വിജയങ്ങളാവുന്നു. അപ്പോൾ സിനിമ കോണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കും എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്തുകൊണ്ടും ഞാനൊരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള റോൾസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അറ്റംപ്റ്റ്സിന്റെ ഭാഗമാവാനും ഒക്കെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്നെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പം സൈജുവും ഷബ്നയും ഈ ഒരു ഐഡിയ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് അതേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഐ വാസ് ഹാപ്പിലി അഗ്രീയിങ് ടു ബി പാർട്ട് ഓഫ് ദ ഫിലിം. സോ സൈജു 2014 തൊട്ട് എഡിറ്റിംഗിൽ ഉണ്ട്. സോ ഈ ഒരു ഡയറക്ടർ കോളിംഗ് അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരു ഡയറക്ടർ കോളിംഗ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ എഡിറ്റർ ആവണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ല ശരിക്കും. പക്ഷെ സിനിമകൾ കാണുമായിരുന്നു ഒരുപാട്. അപ്പം അതുപോലൊക്കെ മീൻസ് അത് ഡയറക്റ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ സിനിമകൾ ചെയ്യണം എന്നുള്ള കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന ചെറുതല്ല മീൻസ് ഈ പ്രൊഡേറ്റർ, ടെർമിനേറ്റർ അത്തരം സിനിമകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റും അതെങ്ങനെ ഉണ്ടാക്കുന്ന പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അന്വേഷണങ്ങൾ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കലും പിന്നെ അവിടെ ആ സമയത്തൊക്കെ അവിടെ കാണിക്കുന്ന സിനിമകൾ അങ്ങനെ ആ ജേണിയാണ് ഇപ്പം ഇങ്ങനെ ഒരു എഡിറ്ററിലേക്കും ഡിറക്ഷൻ ചെയ്യാനൊക്കെ ഉള്ളൊരു വഴിയായിട്ടുള്ള. ഈ ഫൗണ്ട് ഫുട്ടേജ് കോൺസെപ്റ്റിൽ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഈ ഫൗണ്ട് ഫുട്ടേജ് തന്നെ ചെയ്യണം എന്നല്ലായിരുന്നു, പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഡിഫറെന്റ് ഫോമിലൊക്കെ. അതെ. അപ്പം ഞാനത് എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഹാൻഡിൽ ചെയ്തൊരു സിനിമയാണെന്നുള്ളൊരു അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പം ഏറ്റവും മിനിമൽ ക്രൂ വെച്ചിട്ട് ഒരു ഫോണിലോ അല്ലെങ്കിൽ ഒരു A7 ചെയ്യാൻ പറ്റുന്ന സിനിമ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അതിന് ഫൗണ്ട് ഫുട്ടേജ് ഒരു ജോണർ യൂസ് ചെയ്യാൻ അപ്ലൈ ചെയ്യാം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണിത് ഈ സിനിമ ഉണ്ടാവുന്നത്. കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഫീസിബിലിറ്റി? ഉറപ്പായിട്ടും. ഇത് ഒന്നാമത് ഈ സിനിമ നരേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളും ഫൗണ്ട് ഫുട്ടേജോ അതെന്താണെന്ന് ചോദിക്കാറ്. നമ്മളതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോഴും ആ ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ ഒരുപാട് സിനിമകളില്ല. ഇപ്പം ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ കൂടുതലും അല്ലാത്ത സിനിമകളാണ്, വേറെ കൊമേഴ്ഷ്യൽ സിനിമകളാണ്. ഫൗണ്ട് ഫുട്ടേജ് പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊണ്ടുവരാനൊക്കെ, പക്ഷെ അത് കേൾക്കുകയും അതിനോട് താല്പര്യം പറയുകയും ചെയ്തിട്ടുള്ളത് മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചീൻ്റെ തന്നെ പ്രൊഡക്ഷൻ ഹൗസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനും അതിൽ അഭിനയിക്കാനും മഞ്ജു ചേച്ചി തയ്യാറായി. ഈ കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നുണ്ടായത്? അല്ല, ഞാൻ ഒരുപാട് ഇപ്പോൾ നമുക്ക് ഇതിന് പ്രൊഡ്യൂസറിനെ കണ്ടെത്താനൊക്കെ ഒരുപാട് നമ്മളതിന് മുമ്പൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
കഥയായിട്ട് മനുഷ്യ അടുത്ത് പറയുമ്പോൾ മനുഷ്യക്ക് അത് ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണെന്ന് തോന്നി. പിന്നെ നമ്മളതല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു പരിപാടി വേറെ ആരും അതിനകത്ത് ഇടപെടാൻ വരുന്നതൊക്കെ അപ്പോൾ ആ ഒരു ഇതൊക്കെ അതിനകത്ത് മാറ്ററാണ്. അപ്പം നമുക്ക് തന്നെ ചെയ്താലോ എന്നുള്ളൊരു ചിന്തയും അപ്പോൾ പിന്നെ വേറെ അധികം ആൾക്കാർക്ക് നമുക്ക് ഇതിന് ഉത്തരം പറയണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് എന്നതിലുപരി ആക്ടിങ് ടെക്നിക്കാലിറ്റീസിൽ ഇത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടോ? ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ മറ്റുള്ള സിനിമകളിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലും വ്യത്യസ്തമായിരുന്നു. ചില സിനിമകളിൽ ഇതിൽ ഫൗണ്ട് ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ നിന്ന് കണ്ടു കിട്ടുന്ന ഫുട്ടേജാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ റെക്കോർഡിങ് എത്ര ലെങ്ത്തിൽ പോകുന്നോ അത് ഫുൾ നമുക്ക് ഇതിൽ കണ്ടേ പറ്റുള്ളൂ. അത് ഇടയിൽ വെച്ച് കട്ട് ചെയ്ത് ഇമ്പാക്റ്റിന് വേണ്ടി സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും കട്ട് ഷോട്ട്സ് ഇടാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാൻ പോലും ഇതിന് നമുക്ക് പറ്റില്ല. കാരണം ഈ ജോണറിനോട് നമുക്ക് ജസ്റ്റിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ സീനും ഓരോ സിംഗിൾ ലെങ്തി ഷോട്ട്സ് ആണ്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ ഒക്കെ ചില സിനിമകളിൽ ഒരു സീനൊക്കെ ചിലപ്പോൾ ഒറ്റ സിംഗിൾ ഷോട്ടിലൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ടെന്നല്ലാതെ ഒരു ഫുൾ ഫിലിം ഒരു സിനിമയിലെ എല്ലാ സീൻസും ഇതേപോലെ സിംഗിൾ ഷോട്ട്, അതും മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സീൻ, അത് ഇൻക്ലൂഡിങ് ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പല തരത്തിലുള്ള ആക്ടിവിറ്റീസും പല സീൻസിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സിംഗിൾ ഷോട്ടിൽ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ടോട്ടലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്, എല്ലാവർക്കും. സോ ഈ എക്സ്റ്റെൻസീവ് ആയിട്ട് നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിരുന്നു. സോ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആക്ടർ? ഉറപ്പായിട്ടും. നമ്മളൊരു മാസം മുമ്പ് തന്നെ അതിനുള്ള റിഹേഴ്സല്, കോറിയോഗ്രാഫി, ക്യാമറ, സെറ്റ്, ലൊക്കേഷൻ ചെല്ലുമ്പം അതിനകത്ത് വ്യത്യാസം വന്നാൽ പോലും ഒരു റിഹേഴ്സൽ എടുത്തായിരുന്നു. ഒരു ക്യാമറ ആയിട്ട് ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ മറ്റേ ആൾ എവിടേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതൊക്കെ മറ്റു സിനിമകളിൽ നിന്ന് ഇതിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പം അത് നമ്മൾ ഒരുപാട് ഒരു മാസത്തോളം വർക്ക്ഷോപ്പ് ചെയ്തു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് വെറും വാമപ്പ് പോലെ മാത്രമേ നമ്മളെ സഹായിച്ചിട്ടുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് ഒരു ഫിലിം ക്യാമറ വെച്ച് ഇത്രയും നമ്മളൊരു ഫ്ലോറിൻ്റെ അകത്താണ് ഇത് റിഹേഴ്സലൊക്കെ ചെയ്തത്, ഇൻക്ലൂഡിങ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്തനിങ്ങും എല്ലാവർക്കും. കാരണം ഇതിന് വളരെ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യമുള്ളൊരു സിനിമയാണ് എന്ന് മുൻകൂട്ടി നമുക്ക് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴും ഒരു ഫിലിം ക്യാമറ വെച്ചിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മൊത്തം സ്കെയിലേ മാറുമായിരുന്നു. നമ്മള് ചെറിയ ക്യാമറാസ് യൂസ് ചെയ്തിട്ടാണ് ഇത് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ സെറ്റ് ചെല്ലുമ്പോൾ ക്യാമറയും ലെൻസും ഫുഡും ഒക്കെ കൂടി വലുപ്പം കൂടുകയും അത്രയും ആളുകളും എല്ലാത്തിന്റെ സ്കെയിൽ അങ്ങ് വേറെ രീതിയിലായിരുന്നു. എന്നാലും അതിന്റെ ഒരു ഫ്ലേവർ എന്താണ് എന്നൊന്ന് മുൻകൂട്ടി നമുക്ക് പ്രിപ്പയർഡ് ആവാൻ ആ വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും സഹായിച്ചു. ഇത്രയും വലിയ കരിയറിൽ വർക്ക്ഷോപ്സ് ഒക്കെ ഇതിനു മുമ്പേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ടൊരു വർക്ക്ഷോപ്പ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ചെയ്തത്. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ ഫീസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സിനിമ മോസ്റ്റ്ലി ഇപ്പോൾ ഫൗണ്ട് ഫുട്ടേജ് ഫിലിംസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു ഹൊറർ ആസ്പെക്ട് ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ ഒരു മിസ്റ്ററി എലമെന്റ് ഉണ്ടോ? കാരണം ട്രെയിലറൊക്കെ കാണുമ്പോൾ യു നോട്ട് റിവീലിംഗ് മച്ച് അബൌട്ട് ഹർ ക്യാരക്ടർ. ചെറിയ ഒരു മിസ്റ്റീരിയസ് സ്വഭാവമുണ്ട്. അതാണ് മെയിൻ. ഈ ഫൗണ്ട് ഫുട്ടേജ് സിനിമയിൽ ഭയങ്കര ആക്ഷൻ സിനിമകളും ഭയങ്കര ഹൊറർ, ഭയങ്കര ഗോർ അങ്ങനത്തെയാണ് വന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ കൂടെ ഒരു കുറച്ചും കൂടിയും ലൈഫിലേക്ക് വരുന്നൊരു പടമാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഒരു ടൗണിൽ താമസിക്കുന്ന രണ്ടുപേരുടെ ജീവിതം, കൂടെ അവർ കാണുന്ന ആൾക്കാരുടെ അവർ കാണുന്ന കാഴ്ചകള്, അതിൽ കോമൺ ലൈഫിലെ ബോറിംഗ് കാഴ്ചകളും ചിലപ്പോ എല്ലാം വന്നു പോകും അതിൽ. അപ്പൊ അങ്ങനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പടം ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം വന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഒരു മിസ്റ്ററി ഉണ്ട് അതില്. ഇതെല്ലാം എല്ലാ കോമ്പിനേഷനും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടാവും. സൈജു കോ റൈറ്ററും കൂടെ ആണല്ലോ. അപ്പൊ യൂഷ്വലി ഡയറക്ടേഴ്സ് അവരുടെ എന്താ പറയുക, അവർ ഷൂട്ട് ചെയ്തേക്കുന്ന ഫുട്ടേജ് അല്ലെങ്കിൽ അവരുടെ ആ വിഷ്വൽസിൽ ഭയങ്കര ഡിയർ ആയിരിക്കും. അവർക്ക് അതിൽ നിന്ന് ഇപ്പോൾ അപ്പോഴാണ് ഒരു എഡിറ്ററിൻ്റെ ഒരു ആവശ്യം വരിക. ലൈക്ക് എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് വരും, ഇത് വേണ്ട അല്ലെ ഇത് വേണം. അപ്പോൾ സ്വയം എഴുതിയ ഒരു സാധനം ചെയ്യുമ്പോൾ എഴുതുമ്പോൾ തന്നെ ആ ഒരു എഡിറ്റിംഗ് മൈൻഡിൽ വെച്ചിട്ടാണോ എഴുതുന്നത്, ഓർ ഡിഡ് യു ഹാവ് ടു റിമൂവ് എനിത്തിങ് ദാറ്റ് യു ഷോട്ട്? ഉറപ്പായിട്ടും അതിന്റെ റൈറ്റിംഗ് സമയത്ത് അതിന്റെ എഡിറ്റ് നടന്നിട്ട് ആ സമയത്താണ് അതിന്റെ എഡിറ്റ് നടന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് ഒറ്റ ടേക്കിലുള്ളൂ. അപ്പൊ നമുക്ക് ആ ടേക്കിൽ ഇതെല്ലാം വരണം. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു എഡിറ്റ് ചെയ്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അധികം നമ്മള് ഒരുപാട് അങ്ങനെ കളയേണ്ടി വന്നിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡ്യൂറേഷനും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ എഡിറ്റർ എന്നുള്ളത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും.
അതുപോലെ ഇതിന്റെ മ്യൂസിക് ഭയങ്കര ഇൻട്രീഗിങ് ആണ്, ലൈക്ക് സോങ്സ് ഒക്കെ സ്പോട്ടിഫൈയിലൊക്കെ വന്നിരുന്ന അത് അവർ സിനിമയിൽ അവർ കേൾക്കുന്ന പാട്ടുകളാണ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ട്രെയിലറിൽ നമ്മൾ അങ്ങനെ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. പുതിയൊരു എക്സ്പെരിമെന്റ് എന്ന ഭാഗമായിട്ട് തന്നെ ഉറപ്പായിട്ടും ഇതിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്തിട്ടില്ല. അറ്റ്മോസ്ഫിയറിക് സൗണ്ടുകളാണ് കൂടുതലായിട്ട് നമ്മൾ അതിന് ഇപ്പം ബിൽഡപ്പ് പോലുള്ള സാധനങ്ങൾ അറ്റ്മോസ്ഫിയർ എന്നുള്ള സൗണ്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ മഞ്ജുവിന്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഫയർ ബ്രാൻഡ് റോൾസ് ഒക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ട്, അതിന് കന്മതം, പത്രം, കണ്ണെഴുതി പുത്തുംതൊട്ടും. സെക്കൻഡ് ഇന്നിങ്സ് വന്നപ്പോൾ മലയാളത്തിൽ പ്രദീപ് പൂവങ്കോഴി പോലെയുള്ള സിനിമകൾ കുറവാണ്. ബട്ട് സ്ട്രേഞ്ച്ലി തമിഴിൽ യു ഹവ് ഡൺ അസുരൻ, തുനിവ് വന്നു, ഐ തിങ്ക് മിസ്റ്റർ എക്സ് ഓൾസോ ഹാസ്. അങ്ങനത്തെ ഒരു മലയാളത്തിൽ നിന്ന് ലാക്ക് ഓഫ് ഓഫേഴ്സ് ആയിരുന്നു, ഓർ ആർ യു കോൺഷ്യസ്ലി തന്നെ? കാരണം കോയിൻസിഡന്റൽ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 3 പ്രോജക്ട്സ് അടുപ്പിച്ച് തമിഴിൽ നിന്നാണ് വന്നത്. അപ്പൊ അതിന് ഷൂട്ട് ഡേറ്റ്സ് കമ്മിറ്റ് ചെയ്തത് കൊണ്ട് കുറച്ച് നാള് അങ്ങനെ മലയാള സിനിമകൾ ചെയ്യാൻ 2-3 മലയാള സിനിമകൾ എനിക്ക് നമുക്ക് ഡേറ്റ് പ്രശ്നം കാരണം ചെയ്യാൻ പറ്റാതെയും വന്നിട്ടുണ്ട്. ഈ വിമൻ ഡിഫൈങ് ഓൾ ഓഡ്സ് അത് സ്റ്റീരിയോടൈപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെയുണ്ടോ? എനിക്ക് അങ്ങനെ പൊതുവെയുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ് കഥകളിലെല്ലാം കാണുന്ന ഒരു പൊതു സ്വഭാവം, ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത്, അതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ മേക്ക് ചെയ്തിട്ട് ഇപ്പോഴും വിജയിക്കുന്ന സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഒരേ ഫോർമാറ്റിൽ ഒരേ ആളെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അതിലൊരു മൊണോട്ടണസ് ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും ചിലപ്പോൾ ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ. കാരണം എവിടെയൊക്കെയോ ഞാൻ എന്നിൽ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഒരു തേഴ്സ്റ്റിനെ എവിടെയൊക്കെയോ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ മഞ്ജു തന്നെ നേരത്തെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, യു ആർ വില്ലിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ഡിസ്കഷൻസ്, സ്ക്രിപ്റ്റ് ഡിസ്കഷൻസിലും, ആൻഡ് മോസ്റ്റ് ഓഫ് യുവർ ക്രൂ മെമ്പേഴ്സ് ആർ ഓൾസോ അക്കോമഡേറ്റീവ്. ഇപ്പോ ഇവരുടെ ഫുട്ടേജിന്റെ ഭാഗത്തുനിന്നും മഞ്ജുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് ഒക്കെ എത്രത്തോളം എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു. നമ്മളത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴുള്ള എല്ലാ സിനിമകളും എനിക്ക് അങ്ങനെ ഒരു ടീം വർക്ക് ആയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും ഒന്നിച്ച് അങ്ങനെ ഒറ്റ ടീമായിട്ട് തന്നെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. സൈജു നേരത്തെ പറഞ്ഞിരുന്ന, അതായത് ഒരുപാട് ക്രൂ മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്തൊരു സിനിമ ചെയ്യാനുള്ള ഒരു ഇനിഷ്യൽ ഹെസിറ്റൻസി അത് മാറിയോ? ഇപ്പൊ രണ്ടാമത് അതിന് ഇത് കഴിഞ്ഞപ്പോ അത് ചെയ്യാൻ മാറി കാണാം. നമ്മുടെ സിനിമയാണെങ്കിലും ഫുട്ടേജ് ആണെങ്കിലും വളരെ ചെറിയൊരു സെറ്റപ്പില് മിനിമൽ ക്രൂവും വെച്ചിട്ട് ചെയ്തിട്ടുള്ള പടമാണ്. മാറിയിട്ടുണ്ടാവും. അല്ല, ആദ്യത്തെ വരുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യാൻ നെക്സ്റ്റ് അതാ ചോദിച്ചത്. അതെനിക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒപ്പം തന്നെ എന്റെ ഫ്രണ്ട് തന്നെ അത് എഴുതിയിട്ടുള്ളത്. അതും ആ കോവിഡിന്റെ ഒരു സ്റ്റാർട്ടിലാണ് അതിന്റെ ഡിസ്കഷനൊക്കെ വെറുതെ ചുമ്മാ തുടങ്ങിയ ഒരു ഡിസ്കഷനാണ്. അപ്പൊ അതും എഴുതി വന്നപ്പം ഇപ്പൊ ഇത് നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയത് അതിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അത് ഭയങ്കര രസമുണ്ട്. അപ്പം അതും ചെയ്തു നോക്കാന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് ഞാൻ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റുമായിരിക്കും. ഇപ്പൊ സൈമൾട്ടേനിയസ്ലി എഡിറ്റിംഗും ഡയറക്ഷനും കൂടെ കൊണ്ടുപോകാൻ നല്ല സിനിമകളൊന്നും ചെയ്യാം. ഓക്കെ. എനിവേസ്, താങ്ക് യു സോ മച്ച്. ഓഡിയൻസിനോട് എന്താണ് ഫുട്ടേജിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എന്താണ് വാട്ട് യു വാണ്ട് ടു ഷെയർ? ഇത് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് തരാനാണ് ഞങ്ങള് സൈജു ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും സിൻസിയർ ആയിട്ട് അതിന് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉള്ളൊരു എന്താ പറയുക, ഒരു എൻജോയ്മെന്റ് പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ഈ വർഷം വന്ന സിനിമകളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റും, സോ യു മസ്റ്റ് ഹാവ് ബീൻ ലൈക്ക് ഇൻസ്പയറിംഗ് ആയിരിക്കുമല്ലോ, ഓഡിയൻസിന്റെ റിസപ്ഷൻ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിഘ്നേഷ്. ഹോപ്പ്ഫുള്ളി ദി ഫിലിം വിൽ സക്സീഡ്. താങ്ക് യു.